വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ഓക്കെ, അതിൻ്റെ അകത്ത് ഒരു കുടുംബത്തിന് മൊത്തം ദേഹം മൊത്തം പാമ്പിനെ പോലത്തെ സ്കെയിൽസ് ആയി. ഓക്കെ, അവര് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? അവര് പഴയ കാര്യങ്ങൾ ചിന്തിച്ചു വന്ന സമയത്ത് അല്ലെങ്കിൽ കുറെ അന്വേഷിച്ചു വന്ന സമയത്ത് ഡോക്ടേഴ്സ് സഹിതം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളുടെ സ്കിന്നിന് വേറെ കുഴപ്പമില്ല, പക്ഷെ അവർക്ക് വരുന്ന കുട്ടികൾക്ക്, ജനിക്കുന്ന കുട്ടികൾക്ക് ഹായ് എവരിവൺ, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു ചോദ്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അതായത് ഇന്ന് രണ്ടുപേരുടെ സംവാദമാണ്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ നിരീശ്വരവാദിയായുള്ള കാർത്തിക്കും അതേപോലെ തന്നെ ഈശ്വരവിശ്വാസിയായ ആഷിക്കും തമ്മിലുള്ള ഒരു സംവാദമാണ്. അപ്പോൾ ഇതിൽ എന്താണ് ഇവർ സംസാരിക്കുന്നത് എന്തായാലും നമുക്കൊന്ന് നോക്കാം. ഇന്ന് സംസാരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ശരിക്കും ഈശ്വരവിശ്വാസം അതേപോലെ തന്നെ ഈശ്വര വിശ്വാസം ഇല്ലായ്മയും. അപ്പോൾ ഇത് സംസാരിക്കുന്ന രണ്ട് വ്യക്തികളാണ്. ഒന്ന് നിരീശ്വരവാദിയായുള്ള കാർത്തിക്കും അതേപോലെ ഈശ്വര വിശ്വാസിയായ ആഷിക്കുമാണ് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുന്നത്. ഓക്കെ ഓക്കെ ദൈവം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് എന്ത് സംസാരിക്കാനുണ്ട്, എന്ത് പ്രസക്തിയാണുള്ളത്? ഹിന്ദു സംസ്കാരത്തിൽ വെച്ച് നോക്കുന്നത് അല്ലെങ്കിൽ ഏത് സംസ്കാരത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ജീവജാലവും, അപ്പം മരത്തിനായിക്കോട്ടെ, സൂര്യനായിക്കോട്ടെ, ചന്ദ്രനായിക്കോട്ടെ, നക്ഷത്രത്തിനായിക്കോട്ടെ, ഏതിനായാലും നമ്മൾ കാണുന്നത് ഒരു ദൈവതുല്യമായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പം എന്നെ ഭാഗത്ത് വെച്ച് പറയുകയാണെങ്കിൽ സൂര്യനായിക്കോട്ടെ നമ്മൾ ഈശ്വരൻ തന്നെയാണ്, മൃഗമായിക്കോട്ടെ നമ്മൾ ഈശ്വരൻ തന്നെയാണ്, കാക്കയെ സഹിതം നമ്മൾ പ്രാർത്ഥിക്കുന്ന ജനങ്ങളുണ്ട്. ഓക്കെ, നമ്മളെല്ലാവരും ഒരു ഈശ്വരനെ കാണുന്നു എന്ന് പറയുന്നതിന് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു പ്രപഞ്ച ശക്തിക്കും ശക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഈശ്വരന് കിട്ടിയ ശക്തി ഇല്ല, ഈശ്വരൻ നിന്ന് കിട്ടിയ ശക്തി തന്നെയാണ്. ഓക്കെ, ഞാൻ വിടുന്ന ശ്വാസമായിക്കോട്ടെ, ഞാൻ ജനിച്ച എൻ്റെ ജീവിതമായിക്കോട്ടെ, ഏതായാലും ഈശ്വരൻ തന്നൊരു ശക്തി തന്നെയാണ് എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ കാണുന്നത്. ഓക്കെ, എന്ത് സംസാരിക്കാനുണ്ട് കാർത്തിക്? അത് നമ്മുടെ പുള്ളിക്കാരൻ സംസാരിച്ചായിരുന്നു. പുള്ളി കാണുന്ന എല്ലാ കാര്യങ്ങളും ഈശ്വരനാണെന്ന് പുള്ളി കാണുന്നെന്ന് പറഞ്ഞു. നമ്മൾ കാണുന്നത് എല്ലാം, നമ്മൾ വിചാരിക്കുന്നത് എല്ലാം സത്യമാവണമെന്ന് നമ്മുടെ വാശിയാണെങ്കിൽ ആ വാശി വെച്ച് നടക്കാവുന്നതാണ്. നമ്മളൊരു കാര്യത്തിൽ കാണേണ്ടതും മനസ്സിലാക്കേണ്ടത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. തെളിവിന്റെയും യുക്തിപൂർവമായ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നമ്മൾ ചിന്തിച്ച് നോക്കാം, എന്ത് തെളിവാണ്, എന്ത് അടിസ്ഥാനപരമായ കാര്യമാണ് ഈ പറയുന്ന വിശ്വാസത്തിനുള്ളത്. അങ്ങനെ അങ്ങോട്ട് വരുന്നില്ല. പറയുന്നു ഇതുപോലെ തന്നെ ഒരു വ്യക്തി പറയുന്ന കാര്യം മാത്രമാണ് അതിനകത്ത് അടിസ്ഥാനം. അപ്പം പറയുന്നതെല്ലാം ശരിയാണെങ്കിൽ ഞാനും പറയാം. എനിക്ക് നമ്മുടെ നെറ്റിലുള്ള ഒരു ബംഗ്ലാവുണ്ട്. ആ ബംഗ്ലാവിൽ എനിക്ക് 2-3 എൻ്റെ ഫ്രണ്ട്സ് താമസിക്കുന്നുണ്ട്. നിങ്ങളത് വിശ്വസിക്കണം, നിങ്ങളുടെ ബാധ്യസ്ഥയാണ് വിഷയം. കാരണം നിങ്ങൾ പറയുന്നത് കേൾക്കുന്നതെല്ലാം വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് വിശ്വസിക്കണം. കാർത്തിക് സാർ പറഞ്ഞ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാം. കാർത്തിക് സാർ ഒരുപാട് ഫിസിക്സ് അല്ലെങ്കിൽ ഫ്രിക്ഷനെ ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ആക്ച്വലി ഒരു സയന്റിഫിക്, ഈ ലോകം നമ്മൾ സയന്റിഫിക്കിലോട്ട് മാറിയ ഒരു കാലഘട്ടമാണ്. നമുക്ക് ഈ അടുത്തറിയുന്ന ഒരു കാലത്തോട്ടാക്കി സയന്റിഫിക് ഏറ്റവും കൂടുതൽ സയൻസ് എന്താണ് എന്ന് പ്രൂവ് ചെയ്യുന്ന കാലം. ഈ സയൻസിന് മുന്നേ തെളിഞ്ഞ ഒരുപാട് കാര്യങ്ങളാണ് ഈശ്വരൻ അല്ലാന്നുണ്ടെങ്കിൽ ദൈവം എന്നുള്ള വിശ്വാസം സയൻസിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്ന കാര്യമാണ്. ഇപ്പം കാർത്തിക് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാർത്തിക് സാറിന് അമേരിക്കയിലോ അല്ലെങ്കിൽ ബംഗ്ലാവ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനപ്പുറം നമ്മുടെ ചരിത്രങ്ങൾ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് അയോധ്യ, രാമജന്മഭൂമി, അതേപോലെ ശ്രീകൃഷ്ണൻ ജനിച്ച സ്ഥലം, ഓക്കെ, അതേപോലെ കൈലാസം, ഓക്കെ, അതൊക്കെ അല്ലെങ്കിൽ ഈ പറഞ്ഞ രാമേശ്വരത്തോട്ട് പോകുന്ന പാലം. ഓക്കെ, ഇപ്പോഴും നമ്മുടെ ചരിത്രത്തിൽ പറയുന്ന ഒരു പാലം എന്ന് പറയുന്നത് എന്താണ്? ആ രാമേശ്വരത്തോട്ട് പോകുന്ന പാലം എന്ന് പറഞ്ഞാൽ പാറക്കല്ലുകൾ കൊണ്ടിട്ട് ഓക്കെ മുങ്ങിക്കിടക്കുന്ന ഒരു പാലമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ചരിത്രം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. അത് സയൻസിന്റെ പുറകെ പോയിരുന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ലായിരുന്നു. ഓക്കെ, പക്ഷെ ഇപ്പോഴും ആ ഒരു പാലം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഒരു പാറക്കല്ല് പൊങ്ങിക്കിടക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ആ പാറക്കല്ല് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ചരിത്രം ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ദൈവം അവിടെ ഉണ്ട്. അതെല്ലാം അതിന് ശേഷം പിന്നീട് വന്ന കുറെ നിരീശ്വരവാദികളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് വന്ന കുറെ ആൾക്കാരായിരിക്കാം. അതെല്ലാം സയൻസ് ആണ് എന്ന രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അതൊരു സയൻസ് ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മുടെ ചരിത്രത്തിൽ അവശേഷിക്കുന്നതാണ് ശ്രീകൃഷ്ണന്റെ ദ്വാരക അല്ലാന്നുണ്ടെങ്കിൽ ഗോപുരം എന്നുള്ള സ്ഥലം. ഓക്കെ, ഇപ്പോഴും ചരിത്രത്തിൽ അവശേഷിക്കുന്നതാണ്. ഞാൻ ഈ പറഞ്ഞൊരു കാര്യം തെറ്റാണെന്നുണ്ടെങ്കിൽ ചരിത്രം തന്നെ ഒരു തെളിവായിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് യൂട്യൂബിൽ നോക്കിയാൽ തന്നെ അറിയാം അതിനകത്ത് ദ്വാരക എന്താണെന്ന് സെർച്ച് ചെയ്താൽ ഇപ്പോഴും ആൾക്കാർ കുറച്ച് നാൾ, ഒരു മാസത്തിന് മുന്നേ പോലും ആൾക്കാർ കടലിന്റെ അടിയിൽ ദ്വാരക കണ്ടെത്തി എന്നൊരു ചരിത്രം അതിന് വന്നിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ചരിത്രം അവിടെ ഉണ്ടാകുന്ന സമയത്ത് ദ്വാരക ഒരു ശ്രീകൃഷ്ണനാണ്. ഓക്കെ, നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവമാണ്. ഓക്കെ, അല്ലെങ്കിൽ ബാബറി മസ്ജിദ് പള്ളി ആയിക്കോട്ടെ. ഓക്കെ, അത് ഒരു ചരിത്രം അവിടെ വന്നതിന് ശേഷമാണ് പിന്നീട് അത് സയന്റിഫിക്കിലോട്ട് തിരഞ്ഞെടുത്ത് പോകുന്ന ഒരു കാലഘട്ടം വന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈശ്വരൻ എന്നുള്ളൊരു സത്യമുള്ള വാചകം തന്നെയാണ്. ഓക്കെ, അതിനെ കുറെ ആൾക്കാർ അതിനെ സയൻസ് ആണ്, ഈശ്വരൻ സയൻസിലോട്ട് മാറ്റിയെടുത്തതാണ്. ഓക്കെ, അപ്പോൾ കാർത്തികൻ എന്ത് സംസാരിക്കാനുണ്ട്? അപ്പോൾ ഈ പുരാണത്തിൽ പറയുന്ന പോലെ ഒത്തിരി കഥകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതേപോലെ ആ സ്ഥലങ്ങളുണ്ട്.
അപ്പോൾ ആ പാലങ്ങളുണ്ട്. അപ്പോൾ അതേപോലെ ഈ ഒരു കാര്യത്തിന് എന്ത് സംസാരിക്കാനുണ്ട്? ഓക്കെ, നമുക്ക് ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ എത്രത്തോളം തെളിവുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല, അത് വിട്ടേക്കുക. അതിനുപരി ഞാൻ പറയുന്ന കാര്യങ്ങളല്ല. ഇപ്പം നമ്മൾ ശാസ്ത്രം എന്ന് പറയുന്ന കാര്യം കൂടുതലായിട്ട് മനുഷ്യൻ കണ്ടെത്തിയത് കൊണ്ടുപോകാനുള്ള സാധനമല്ല. ശരിയായ രീതിയിലൊരു കാര്യത്തെ എന്ത് ചെയ്താൽ അത് ശാസ്ത്രീയമായ രീതിയിൽ എന്ന് പറയും. എങ്ങനെയാണോ ശരിയായിട്ട് ചെയ്യേണ്ടത് അതിന് ശാസ്ത്രീയമായ രീതിയിൽ എന്ന് പറയും. ഇപ്പോൾ നമ്മൾ കല്ലറിയുന്നു, അല്ലെങ്കിൽ നമ്മൾ നടക്കുന്നു, നമ്മൾ മുകളിൽ ചാടുന്നു, നമ്മൾ പ്രണയിക്കുന്നു, എന്ത് കാര്യങ്ങളായാലും അതെല്ലാം ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യുന്നു. ഇവൻ പ്രണയിക്കുന്ന പോലും ശാസ്ത്രീയമായ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സക്സസ് അതിനകത്ത് കിട്ടും. എന്ത് കാര്യവും ശാസ്ത്രീയമായി ചെയ്യുക എന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ട ഒരു മാർഗ്ഗമാണ്. അതിനെയാണ് സയൻസ് എന്ന് പറയുന്നത്. അല്ലാതെ സയൻസ് ഒരു അടുത്ത കാലത്ത് മനുഷ്യൻ കൊണ്ടുവന്നതോ മനുഷ്യൻ കണ്ടുപിടിച്ചതോ ഉണ്ടാക്കി വെച്ചതോ എഴുതപ്പെട്ടതായിട്ടുള്ള കാര്യമല്ല. ഈ പഴയ കഥകൾ പറയുന്ന കാര്യങ്ങൾ അതിലിപ്പം നമുക്കറിയാം, നമുക്ക് പല പല ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട്, പല കാര്യം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ദൈവത്തിന്റെ ഒരു തെളിവാകുന്നില്ല, ദൈവമോ അല്ലെങ്കിൽ ഒരു അദൃശ്യ ശക്തിയുടെ തെളിവാകുന്നില്ല. പണ്ട് മരിച്ചിരുന്ന ഏതെങ്കിലും രാജാക്കന്മാരോ ഏതെങ്കിലും ഒരു വ്യക്തികളോ ആരെങ്കിലും ഉണ്ടായിരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും അവശിഷ്ടങ്ങൾ കിട്ടിക്കഴിയും. അത് ഫോസിൽ ശരീരങ്ങൾ എടുത്ത് പഠിക്കുന്നുണ്ട്. പക്ഷെ അതിൽ ദൈവത്തിന്റെ ശക്തിയൊന്നോ ഒരു തെളിവൊന്നോ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഒന്നും നമുക്ക് കാണിച്ചെടുക്കാൻ പറ്റില്ല. പഴയ കഥകൾ ചിലപ്പോൾ ഉണ്ടാവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത്, പണ്ടൊരു രാജാവ് ജീവിച്ചിട്ടുണ്ടാവും, അദ്ദേഹത്തെ പ്രകീർത്തിക്കാൻ വേണ്ടിയിട്ട് പല കഥകളും കൃതികൾ എഴുതിയിട്ടുണ്ടാവും. ഈ കൃതികൾ വർഷങ്ങൾക്ക് ശേഷം കണ്ടെടുക്കുന്ന സമയത്ത് അതെന്തോ അത്ഭുതമായിട്ടും അതൊരു ദൈവമാണെന്നും ആൾക്കാർ പറഞ്ഞു തുടങ്ങുന്നില്ല. അതല്ലാതെ അതിന് വ്യക്തമായൊരു തെളിവ്, ഇന്നതാണ് ശക്തി, ഇന്ന ശക്തി മനുഷ്യൻ ഇന്ന രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഇന്ന കാര്യങ്ങൾ ഇന്ന വ്യക്തികൾ കാണാൻ പറ്റുന്നു അല്ലെങ്കിൽ കാണാൻ പറ്റുന്നില്ല, എടുത്തു കാണിക്കാൻ പറ്റുന്നു എന്നുള്ള ഒരു കാര്യം അതിനകത്ത് പറയാൻ പറ്റുന്നില്ല. വെറുതെ ഒരു വിശ്വാസം. കുറേ പേര് കഥകൾ പറയുന്നു, ഈ കഥകളെല്ലാം കൂടെ കൂട്ടിയാണെങ്കിൽ യോജിപ്പിച്ചിട്ട് ഒരു പുരാണമാക്കി മാറ്റുന്നു. ഇത് തന്നെയാണ് എല്ലാ മതങ്ങളിലും എല്ലാ കാലത്തും എല്ലാ കഥകളും നടക്കുന്നത്. മാത്രമല്ല ഇപ്പം നമ്മുടെ പുരാണങ്ങളായാലും മറ്റുള്ള പുരാണങ്ങളായാലും ആരുടെയായാലും ബൈബിളായാലും ഖുറാനായാലും ഇപ്പം നമ്മുടെ ഗീതയായാലും എന്ത് കാര്യം തന്നെയായാലും ഇതെല്ലാം ഇതിനു മുമ്പുള്ള പല കഥകളിൽ നിന്നും അഡോപ്റ്റ് ചെയ്ത കാര്യങ്ങളാണ്. ഇവൻ റോമാ സാമ്രാജ്യങ്ങളുടെ കഥകളായാലും ഇതെല്ലാം അഡോപ്റ്റഡാണ്. അതേ കഥകൾ തന്നെയാണ് നമ്മൾ പേരുകൾ മാറ്റി പല രീതിയിലുള്ള മാറ്റി നമുക്ക് പറയാം. അവിടെയുള്ള ദൈവങ്ങൾ നമുക്കുണ്ട്, പല പല ദൈവങ്ങളായിട്ട്. ഹിന്ദുക്കൾക്കുണ്ട്, ക്രിസ്ത്യൻസിനുണ്ട്, മുസ്ലിംസിനും എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത് നോർമലി അതൊരു കഥയാണ്. ഈ കഥ ഇങ്ങനെ നമ്മൾ കൊണ്ട് നടക്കുന്നത് മാത്രം. ഈ കഥ കൊണ്ട് ഉപയോഗമുള്ളവരും ജീവിച്ചു പോകുന്നവരും ആൾക്കാർ കാണുമായിരിക്കും, അതിനുവേണ്ടി അത് കൊണ്ട് നടക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മളെപ്പോഴും ജീവിക്കേണ്ടത് ശരിയായ കാര്യത്തിൻ്റെ വഴിക്കാണ്, ശരിയും തെളിവും അടിസ്ഥാനത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എങ്കിൽ മാത്രമേ ശരിയായ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ റോക്കറ്റ് വിടുന്നു, റോക്കറ്റ് നമ്മൾ വിക്ഷേപിക്കുന്ന സമയത്ത് ഒരു തേങ്ങ അടിച്ചിട്ട് വിക്ഷേപിക്കാം, അല്ലാതെ വിക്ഷേപിക്കാം. രണ്ടായാലും അതിൻ്റെ കാൽക്കുലേഷൻസും അതിൻ്റെ സയൻറ്റിഫിക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ലക്ഷ്യസ്ഥാനത്ത് എത്തും. അല്ലാത്ത പക്ഷേ അത് പോകത്തില്ല. തേങ്ങ അടിച്ചാലും ഇല്ലെങ്കിൽ അത് പോകണമെന്നുണ്ടെങ്കിൽ കാൽക്കുലേഷൻ ആയാലും കറക്റ്റ് ആയിരിക്കും. അതേപോലെ ശാസ്ത്രീയത എന്ന് പറയുന്നത് അത് നമുക്ക് വിശ്വാസത്തിൻ്റെ പിറകെ ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്, യാതൊരു അർത്ഥം വരുന്നില്ല. ഓക്കെ, ആഷിക്ക് എന്ത് സംസാരിക്കാനുണ്ട് ഈ ഒരു കാർത്തിക് സാർ പറഞ്ഞ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, കാർത്തിക് സാർ തന്നെ പറയുന്നുണ്ട്, പണ്ട് പുരാണത്തിൽ റോമ സാമ്രാജ്യം ഉണ്ടായിരുന്നു. പണ്ട് നമുക്ക് മുസ്ലിം സമൂഹത്തിൽ അതുണ്ടായിരുന്നു, ഹിന്ദു സമൂഹത്തിൽ അതുണ്ടായിരുന്നു. അത് വെച്ച് പുതിയ ആൾക്കാർ ഓരോ കാര്യങ്ങൾ കൊണ്ടുവരുന്നു. അവിടെ തന്നെ കാർത്തിക് സാർ പറഞ്ഞത് പണ്ട് ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, കാർത്തിക് സാർ തന്നെ പറയുന്നത് അവിടെ ഉണ്ടായിരുന്നു എന്ന വാചകം അദ്ദേഹം തന്നെ പറയുന്നത്. കാര്യം വെച്ചാൽ അതൊരു സംഭവം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇപ്പം ഇദ്ദേഹത്തിനായാലും ഇങ്ങനെ ഇല്ല എന്ന് പറയാൻ വേണ്ടി വരുന്നൊരു കാര്യം. ഓക്കെ, ഇപ്പം എന്തുകൊണ്ട് കാർത്തിക് സാർ ഒരു നിരീശ്വരവാദി ആയത്? ഒരു ഈശ്വരൻ എന്നൊരു സംഭവം ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് ഒരു നിരീശ്വരവാദം വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു നിരീശ്വരവാദം ആദ്യം വന്നിരുന്നെങ്കിൽ ഒരിക്കലും ഈശ്വരവാദി രണ്ടാമത് വരത്തില്ലായിരുന്നു. ഓക്കെ, ഈശ്വരവാദി അല്ലെങ്കിൽ ഈശ്വരന് സത്യം ഉള്ള ഒരു ശക്തി ഉണ്ട് എന്നുള്ള കാർത്തിക് സാറിന് രണ്ടാമത് പറയേണ്ടി വന്ന കാര്യം. ഓക്കെ, ഇപ്പം ഏതൊരു കാര്യം വേണ്ടേ, കാർത്തിക് സാർ പറഞ്ഞു ഇപ്പം നമുക്കൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ തേങ്ങ അടിച്ചിട്ട് ചെയ്യാം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തിട്ട് ചെയ്യാം. രണ്ട് ചെയ്താലും റിസൾട്ട് ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം ഞാൻ എടുക്കുന്ന കാര്യങ്ങളൊക്കെ, ഞാൻ എടുക്കുന്ന ശ്വാസം ആയിക്കോട്ടെ, ഞാൻ എടുക്കുന്ന ശ്വാസം ദൈവമേ എന്ന് വിളിച്ചെനിക്ക് ശ്വാസം എടുക്കാം. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ ശ്വാസം എടുക്കാം. പണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ആചാരപ്രകാരങ്ങൾ നോക്കിയാൽ ഒരു കാര്യം അറിയാം, നമ്മൾ മരണപ്പെടുന്ന സമയത്ത് ലാസ്റ്റ് ഒരു തുള്ളി വെള്ളം വായിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കും. ഓക്കെ, ആ കാർത്തിക് സാറിനെ സംബന്ധിച്ച് നിരീക്ഷകരെ സംബന്ധിച്ച് പറയാൻ മരിച്ചു കിടക്കുന്ന ആളുടെ വായിൽ വെള്ളം ഒഴിച്ചിട്ട് ആൾക്ക് എന്താണ് തുപ്പിക്കളയാനാണോ എന്ന് ചോദിക്കാം. പക്ഷെ നമ്മുടെ ആചാരപ്രകാരം എന്താണ്, നമ്മൾ കൊടുക്കുന്ന ഒരു വെള്ളം എന്ന് പറയുന്നത് ഒരു ഗംഗാജലം, അല്ലാതെ നമ്മൾ കൊടുക്കുന്ന ലാസ്റ്റ് വെള്ളം അദ്ദേഹത്തിന്റെ ദേഹശുദ്ധി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കുന്നതാണ്. ഓക്കെ, അതൊരു കോൺസെപ്റ്റ് ആയിരുന്നു. ആ ഒരു കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴും ആ ഒരു കാര്യം ചെയ്യുന്നത്. ഓക്കെ, പണ്ട് മരിക്കുന്ന സമയത്ത് തീർത്ത് ഗംഗാജലം വായിൽ ഒഴിച്ച് കൊടുക്കും. ഓക്കെ, അല്ലാതെ ലാസ്റ്റ് മരിക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം വായിൽ ഒഴിച്ച് കൊടുക്കുന്നത് ഗംഗാജലം കൊടുക്കുന്നതാണ്. അതാണ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കാലത്തിൽ ആൾക്കാർക്ക് സാഹചര്യം കുറവാണ്. ആ സാഹചര്യം കുറവായതുകൊണ്ടാണ് ഗംഗാജലം എന്ന് മനസ്സിൽ ധ്യാനിച്ച് ഒരു തുള്ളി വെള്ളം വായിൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഓക്കെ, അത് ഈശ്വര വിശ്വാസം ആയിക്കോട്ടെ, നിരീശ്വര വിശ്വാസം ആയിക്കോട്ടെ, ആ ഒരു കാര്യം അവിടെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് പണ്ട് ആൾക്കാർ അല്ലെങ്കിൽ പണ്ടത്തെ ആൾക്കാരെ പറഞ്ഞു കൊടുത്തിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. ആ ഒരു കാര്യം ഇപ്പോഴും ആൾക്കാർ ചെയ്യാതിരിക്കുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഒരു കാര്യം വേണം. ഓക്കെ, അത് നീ നിരീശ്വര വ്യവസ്ഥ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിനക്ക് താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ എന്റെ മൃഗങ്ങൾക്ക് ഞാൻ ഇത് ചെയ്തിരിക്കും. അത് നമ്മുടെ കോൺസെപ്റ്റാണ്, നമ്മളത് ചെയ്തും ഇരിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, പണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, നീ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്ത് പോകും, നീ മരിച്ചു കഴിഞ്ഞാൽ നരകത്ത് പോകും. ഓക്കെ, ഈ
സ്വർഗമുണ്ടോ നരകമുണ്ടോ നമുക്ക് അറിയത്തില്ല. അവിടെ നമ്മൾ നോക്കുന്ന കാര്യം എന്താണ്? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. നീ നല്ല പ്രവൃത്തി ചെയ്താൽ നീ സ്വർഗത്ത് പോകും, നീ ചീത്ത പ്രവൃത്തിയാണ് ചെയ്തെങ്കിൽ നീ നരകത്ത് പോകും. ഓക്കെ, നമ്മൾ അവിടെ എന്താണ് വിശ്വാസം കൊടുക്കുന്നത്? ഈ മാക്സിമം ഒരു മനുഷ്യൻ ചീത്ത പ്രവൃത്തി ചെയ്യാതിരിക്കട്ടെ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കട്ടെ. ഓക്കെ, ഇതിനു വേണ്ടിയാണ് കൊടുക്കുന്നത്. അവിടെ ദൈവമുണ്ടോ ദൈവം ഇല്ലോ എന്നുള്ള കാര്യത്തിനല്ല. അവിടെ നമ്മൾ ഒരു ശക്തിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. ശക്തി നമുക്ക് ആകർഷിച്ച് നമുക്ക് നല്ലൊരു കാര്യത്തിലൂടെ നമുക്ക് വിജയം നേടാൻ പറ്റട്ടെ എന്നൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോഴും ഈ ലോകത്ത് ഏറ്റവും ആദ്യം ഉണ്ടായ ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത് എന്താണ്? വേദമാണ്. നമുക്ക് 4 വേദങ്ങളുണ്ട്. ഓക്കെ, ആ 4 വേദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ഗ്രന്ഥങ്ങളും രൂപപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ സയൻസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഇപ്പോഴും ഫുൾ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ കാണുന്നത് കോടതിയാണ്. ഓക്കെ, ഹൈക്കോടതി ആയിക്കോട്ടെ ഏത് കോടതി ആയിക്കാലും നമുക്ക് രാവിലെ നമുക്ക് ചെല്ലുന്ന സമയത്ത് സത്യവാങ്മൂലം പറയും. ഓക്കെ, അതെന്താണ്? ഗ്രന്ഥത്തിന്റെ മുകളിൽ വെച്ചാണ് സത്യവാങ്മൂലം പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം ആ ഗ്രന്ഥത്തിന്റെ മുകളിൽ നീ സത്യം അത് പറഞ്ഞ കള്ളമായിക്കോട്ടെ ചിലപ്പോൾ സത്യം ആയിക്കോട്ടെ, പക്ഷെ അവിടെ ഒരു വിശ്വാസമാണ് ഗ്രന്ഥത്തിന്റെ മുകളിൽ വെച്ച് സത്യം മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതൊരു വിശ്വാസമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന് നമുക്ക് എന്തൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അടിച്ചു തകർത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് വിശ്വാസങ്ങൾ പ്രൂവ് ചെയ്ത വിശ്വാസങ്ങളാണ്. ഓക്കെ, ആ പ്രൂവ് ചെയ്ത വിശ്വാസങ്ങൾ അങ്ങനെ തന്നെ പോകുന്ന കാര്യങ്ങളാണ്. ഓക്കെ, കുറച്ച് നേരത്തെ തന്നെ കാർത്തിക് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞതുപോലെ അയോധ്യ ഉണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണൻ ജനിച്ച സ്ഥലമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യമാണ് ഇല്ല എന്നുള്ളൊരു കാര്യമാണ്. കാരണം വെച്ചാൽ ഉണ്ട്, അത് പ്രൂവ് ചെയ്ത കാര്യമാണ്, പ്രൂവൺ ചെയ്ത കാര്യമാണ്. ഓക്കെ, ഇവൻ കാർത്തിക് സാർ പറയുന്നുണ്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഒരു ഫ്രിക്ഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഒരു എനർജി ഉണ്ടോ? ആ എനർജി നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഓക്കെ, ഞാൻ ഇവിടെ ആക്കുന്ന സമയത്ത് എനർജി ഉണ്ടോ എന്ന് വെച്ചാൽ കാർത്തിക് സാറിന് എവിടെ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി ഇതിന്റെ അകത്തുണ്ട്, അല്ലാതെ എനർജി എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. ഓക്കെ, അങ്ങനെ പറയുന്ന സമയത്ത് ദൈവം ഇല്ല എന്ന് ദൈവം പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. ഓക്കെ, കുറച്ച് കടന്നു പോകുന്നു. അതായത് നമ്മുടെ ഈ പറഞ്ഞ പോലെ പഴയ കാലങ്ങളിലെ കഥകളെ പറ്റി പറഞ്ഞു. പഴയ കാലത്ത് കൊണ്ട് നിർത്തിയെന്നാൽ ഇനിയിപ്പോൾ പിന്നിലേക്ക് പോകും, നമ്മുടെ ആദിമ മനുഷ്യന്റെ കാലത്തിലേക്ക് പോകും. അവരൊക്കെ ഏത് ദൈവത്തെയാണ് ആചരിച്ചിരുന്നത് കൂടെ പറയേണ്ടി വരും. നമ്മളിതിനെ പകുതി കൊണ്ട് നിർത്തുന്നത് അല്ലെങ്കിൽ 6000 വർഷത്തിലോ 10000 വർഷത്തിലോ നിർത്തുന്നതിന് ഇനിയും പിന്നിലേക്ക് പോകും. പണ്ട് ആദിമ മനുഷ്യനൊക്കെ എങ്ങനെയായിരുന്നു, ഏത് പൂജയാണ് ചെയ്യുന്നത്, ഏത് അമ്പലത്തിലാണ് പോയിരുന്നത് കണക്കിലിരിക്കുന്നു പറയേണ്ടി വരുന്നത്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കാം. അതിപ്പോൾ നമുക്ക് പുരാതന മനുഷ്യന്റെ കാര്യം തന്നെ എടുക്കാം. നമുക്ക് അവരെ നോക്കുക. അവരെന്ന് പറയുമ്പോഴത്തേക്കും വേട്ടയാടി ജീവിച്ചിരുന്നു, വേട്ടയാടി കിട്ടിയിരുന്ന ഭക്ഷണം കഴിച്ചു, ജീവിക്കുന്നു, മരിക്കുന്നു. വേറെ ലക്ഷ്യങ്ങളോ ചിന്തകളോ കാര്യങ്ങളോ വന്നില്ല. അവർ വേട്ടയാടണം എന്ന് വെച്ചാൽ അന്നത്തെ ഭക്ഷണം വേട്ടയാടി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് പട്ടിണി നിന്ന് മരിക്കേണ്ടി വരും. അപ്പോൾ അവരുടെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയും ആഹാരത്തിന് വേണ്ടിയിട്ട് മൃഗങ്ങളെ വേട്ടയാടുക എന്നുള്ളൊരു കാര്യം മാത്രമേ വരുന്നു. ഇങ്ങനെ വേട്ടയാടി ജീവിച്ചിരുന്ന മനുഷ്യൻ കുറച്ച് നാൾ കഴിഞ്ഞ സമയത്ത് കൃഷി എന്നീ കാര്യം കണ്ടെത്തി. അതൊരു 10,000 12,000 വർഷം മുമ്പായിരിക്കാം കൃഷിയൊക്കെ കണ്ടെത്തി. കൃഷിയൊക്കെ ചെയ്ത് തുടങ്ങിയ സമയത്താണ് മനുഷ്യൻ ഇരിക്കാൻ തുടങ്ങിയത്, വിശ്രമിക്കാൻ തുടങ്ങിയത്. ഇങ്ങനെ വിശ്രമിച്ച സമയത്താണ് ഈ കാര്യങ്ങൾ, ഈ ഭൂമിയിലുള്ള പല കാര്യങ്ങളും എങ്ങനെയൊക്കെ ആയിരിക്കാം ഉണ്ടായതെന്നുള്ളത് ചിന്തിക്കാൻ തുടങ്ങിയത്. എങ്ങനെ സംഭവിച്ചിട്ടൊക്കെ എങ്ങനെ വരുന്നു എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. ചില ആൾക്കാർ ചിന്തിക്കുന്നു, അതിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടി അതിൻ്റെ പുറകെ നടന്നു. ചില വ്യക്തികൾ അതിനൊക്കെ ഉത്തരം കൽപ്പിക്കുകയായിരുന്നു ചെയ്യുന്നത്. അതായത് അവരായിട്ട് തന്നെ അവർക്ക് ഓരോരോ ഉത്തരങ്ങളുണ്ട് എന്നുള്ളത് കൽപ്പിച്ചു. അതായത് ഇപ്പം എന്ത് പറയുന്ന ഒരു എന്തെങ്കിലും ഒരു ഇടി വെട്ടുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് അവരാണ് കൽപ്പിച്ചത്. ഇന്ദ്രൻ കോപിക്കുന്നതുകൊണ്ടാണ് ഇടി വെട്ടുന്നത് എന്ന് കൽപ്പിച്ചതിനൊരു ഉത്തരം കൊടുത്തു. സ്വാഭാവികമായിട്ടും മനുഷ്യന്റെ ബ്രെയിനിന്റെ ഒരു അവസ്ഥ അങ്ങനെയാണ്. എന്തിനൊരു ഉത്തരം കണ്ടെത്തണം, അല്ലാത്ത പക്ഷം ആ ബ്രെയിൻ ഒരു കണ്ടിന്യൂറ്റി കിട്ടത്തില്ല. എല്ലാ കാര്യത്തിനും ഒരു ഉത്തരം ബ്രെയിൻ തന്നെ കണ്ടെത്താൻ പോകും. അപ്പോൾ ചില ആൾക്കാരെ ആ ഉത്തരം കണ്ടെത്തിയിട്ട് ആ ഉത്തരത്തിൽ ജീവിച്ചു. ചില ആൾക്കാർ അങ്ങനെയല്ല, എന്തുകൊണ്ട് ഇടി വെട്ടുന്നു, അങ്ങനെ ഇന്ദ്രനൊന്നും ഒന്ന് വെട്ടിക്കുന്നതിൽ നമ്മളൊന്നും തെളിവ് കണ്ടിട്ടില്ലല്ലോ, അതിനെന്തെങ്കിലും തെളിവ് വേണ്ട. തെളിവ് അന്വേഷിച്ചു പോയി. അങ്ങനെ അവർ മനസ്സിലാക്കി മേഘങ്ങളിലുണ്ടാകുന്ന ചാർജസിന്റെ വേരിയേഷൻ കൊണ്ടാണ് ഇടി വെട്ടുന്നതെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ ശാസ്ത്രം ഓരോരോ കാര്യങ്ങളായി കണ്ടെത്തുന്നു. ഇനി കണ്ടെത്തും തോറും ദൈവത്തെ നമുക്ക് ഓരോരോ ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാനേ പറ്റുള്ളൂ. പുതിയ കണ്ടെത്തൽ വരുന്ന സമയത്ത് ഇനിയും മാറ്റി വയ്ക്കാം. അവിടെയൊന്നും അല്ല, വേറെ സ്ഥലത്താണ് ദൈവം. അത് കണ്ടെത്തുന്ന സമയത്ത് അവിടെ നിന്ന് മാറ്റി വയ്ക്കാം. ഇത് മാറ്റി വെച്ചുകൊണ്ട് പോകാൻ മാത്രമേ തെളിവില്ലാത്ത വിശ്വാസങ്ങൾ സാധിക്കുള്ളൂ. അപ്പോൾ ഈ പരിണാമങ്ങൾക്ക് ശേഷം ഈ പറയുന്ന ഈശ്വര വിശ്വാസത്തിന്റെ ആ കഥകൾ എവിടുന്ന് ആണ് രൂപപ്പെട്ടതെന്നൊന്ന് പറയാമോ? ഇതിലിപ്പോ നമുക്ക് ഈ ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് തികച്ചും പ്രാദേശികമായ ഒരു കാര്യമാണ്. അതായത് ഏതെങ്കിലും ഒരു ലോക്കലായിട്ടുള്ള കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്. ഇപ്പം നമ്മളൊരു ഇപ്പോൾ ശിവൻ എന്ന ദൈവത്തെ വിശ്വസിക്കുന്നു. അതൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു കഥയിൽ നിന്ന് വന്നൊരു കാര്യമാണ്. അത് പറഞ്ഞ് പല സ്ഥലങ്ങളിലേക്ക് എത്തി അതൊരു കഥയായും അതൊരു മതം അത് ഏറ്റെടുക്കുകയും അത് മതത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുപോയി ചെയ്യുകയാണ് ചെയ്യുന്നത്. ശിവൻ മാത്രമല്ല, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അതുപോലെ തന്നെ എല്ലാ ദൈവങ്ങളും ഓരോരോ ദൈവങ്ങളായാലും ഓരോരോ കഥകളും ഇത് പ്രാചീനമായി ഓരോരോ ഗോത്രങ്ങൾ ഉണ്ടായ കഥകളാണ്. അങ്ങനെയാണെങ്കിൽ സയൻസിൽ പഠിക്കുന്നുണ്ട്. അതായത് ഓരോ പ്രോസസ്സിലെ ഓരോ രീതിയിലാണ് പറയുന്നത്. ഇപ്പോൾ സയൻസിൽ പറയുന്നത് കുരങ്ങിൽ നിന്നാണ് മനുഷ്യന് എത്തിയെന്നാണ്. ഇപ്പോൾ ബൈബിളിൽ പറയുന്നത് മീൻസ് ആദാമും ഹവ്വയിൽ നിന്നാണ് ബാക്കിയുള്ള മനുഷ്യരുണ്ടായെന്നാണ്. അപ്പോൾ ഓരോ ഗ്രന്ഥങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിനെന്ത് സംസാരിക്കാനുണ്ട്? കുരങ്ങിൽ നിന്ന് മനുഷ്യനുണ്ടായി, കുരങ്ങ് രൂപാന്തരപ്പെട്ട മനുഷ്യനായി എന്ന് തെറ്റിദ്ധരിക്കരുത്. കുരങ്ങൻ മനുഷ്യനും പറയുന്ന ഒരേ സ്പീഷീസിലാണ് എന്നുള്ളതാണ് എൻ്റെ
ശരിയായുള്ള കാര്യം. അതായത് കുരങ്ങനും പണ്ട് പഠിക്കുന്ന സമയത്ത് ഒരു സ്ട്രക്ചർ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോൺ ഏജ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരു കുരങ്ങന്റെ രൂപത്തിൽ നിന്ന് മാറ്റം വന്ന് ആ മാറ്റത്തിന്റെ ഒരു രൂപം മാത്രമാണ് മനുഷ്യനെന്ന് പറയുന്നുണ്ട്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള റെപ്രസെന്റേഷൻ നമ്മൾ മനസ്സിലാക്കുന്നില്ല തെറ്റാണ്. ഒരിക്കലും കുരങ്ങൻ രൂപാന്തരപ്പെട്ട് മനുഷ്യനായില്ല. എങ്കിലും ഇപ്പോൾ കുരങ്ങനും മനുഷ്യനായി തീരണം, അതാവുന്നില്ലല്ലോ. കുരങ്ങനും മനുഷ്യനും ഒരേ സ്പീഷീസിൽ വരുന്ന ഘടനയാണ്. സ്പീഷീസിലുള്ള വേരിയേഷൻ ഉണ്ടാവുകയും മ്യൂട്ടേഷനെ കുറിച്ച് അറിയാം. മ്യൂട്ടേഷനിലൂടെയാണ് ഈ ചേഞ്ചസ് ഉണ്ടാവുന്നത്. മ്യൂട്ടേഷൻ ഉണ്ടാകുമ്പോഴാണ് നമ്മളുണ്ടായാലും മൃഗങ്ങളുണ്ടായാലും ഓരോ ജീവിജാലങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഈ മാറ്റങ്ങൾ നല്ല മാറ്റങ്ങളാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യും. അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ജീവസമൂഹം ഉണ്ടാകും. അങ്ങനെയാണ് പരിണാമം സംഭവിക്കുന്നത്. നമ്മൾ കാണുന്ന ജീവികളായാലും എല്ലാ കാര്യങ്ങളായാലും പരിണമിച്ചുണ്ടായതാണെന്നുള്ളതിന് തെളിവും അതിൽ തന്നെ കിട്ടുന്നത്. കാരണം ഈ നവഗ്രഹങ്ങൾ എന്നുള്ളത് കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ മീൻസ് ഇത്തരം കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് എന്ത് സംസാരിക്കുന്നുണ്ട്? അപ്പോൾ ഈ പറഞ്ഞതുപോലെ പല ആൾക്കാരും പറയുന്നുണ്ട് ഇന്ന ഗ്രഹം നല്ലതാണ് അല്ലെങ്കിൽ ഇന്നത് നല്ലതാണ് എന്നുള്ളത്. ഈ പറഞ്ഞതുപോലെ വിശ്വാസിയായുള്ള അല്ലെങ്കിൽ ഈശ്വര വിശ്വാസമുള്ള പല ആൾക്കാരും പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് കൈനോക്കൽ, അതേപോലെ തന്നെ മുഖം നോക്കി പറയുന്ന കാര്യങ്ങൾ, അതേപോലെ തന്നെ മന്ത്രം ജപിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിനെയൊക്കെ പറ്റി എന്ത് സംസാരിക്കാനുണ്ട്? വിശ്വാസിയുടെ മനസ്സെന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള മനസ്സാണ്. വിശ്വാസികളെല്ലാം ചിന്തിക്കുന്നത് അവർക്ക് വിശ്വാസപരമായിട്ട് എന്ത് കിട്ടിയാലും അത് അംഗീകരിക്കാൻ തയ്യാറാണ്. കുറച്ചും പറഞ്ഞാൽ മുഖം നോക്കുന്നു, കൈ നോക്കുന്നു, ജാതകം നോക്കുന്നുണ്ട്. മുഖം നോക്കി പറഞ്ഞാലും ജാതകം നോക്കി പറഞ്ഞാലും കൈ നോക്കി പറഞ്ഞാലും ഇനി വേറെ എന്ത് നോക്കി പറഞ്ഞാലും ഇനി നമ്മുടെ ഒരു ഫോറിൻ രാജ്യത്തിൽ മറ്റൊരു ഇതുണ്ട്, റംബോളജി എന്ന് പറയും. അതായത് പുറകു വശം, നമ്മുടെ ശരീരത്തിലെ പുറകു വശം നോക്കിയിട്ട് ഫലം പറയുന്ന രീതിയുണ്ട്. അത് പറഞ്ഞാലും സത്യമാവും. വിശ്വാസിക്ക് എന്ത് പറഞ്ഞാലും അതെല്ലാം സത്യമാവും. കാരണം ഇപ്പൊ നമുക്ക് ഒരു ജ്യോത്സ്യനും നടക്കാത്ത കാര്യങ്ങളല്ല പറയുന്നത്. നാളെ നിനക്ക് പറക്കാൻ കഴിയുമെന്നോ, അല്ലെങ്കിൽ നാളെ നീ ഇവിടെ നിന്ന് പറഞ്ഞ നേരം മാഴ്സിലേക്ക് ചെല്ലുമെന്നോ, അല്ലെങ്കിൽ നാളെ തന്നെ ഇനി ഒരു 3 ദിവസത്തിനുള്ളിൽ നീ കോടീശ്വരനാവുന്നു എന്നും ഒരു ജ്യോത്സ്യന് പറയുന്നില്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സാധാരണ രീതിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങളെ പറ്റി ഒരു ജ്യോത്സ്യന് പറയാൻ കഴിയും, അല്ലെങ്കിൽ ഒരു കൈനോട്ടക്കാരന് പറയാൻ കഴിയും. അതിൽ കുറേ കാര്യങ്ങൾ ശരിയാവും, കുറേയൊക്കെ തെറ്റാവും. കുറച്ച് കാര്യങ്ങൾ ശരിയായാൽ മതി. കാരണം ഒരു വ്യക്തിയെ കുറിച്ച് ഗസ് ചെയ്യാൻ സാമാന്യ മനുഷ്യൻ എന്തായാലും സാധിക്കും. ഒരു ജീവിത ഘടന അനുസരിച്ച് എന്തൊക്കെ വരാമെന്നുള്ള ഊഹം വെച്ച് പറയാൻ പറ്റും. ആ ഊഹങ്ങളിൽ ചിലത് ശരിയാവും, ചിലത് തെറ്റാവും. ഒരു 10 പേരോട് പറഞ്ഞു, 2 പേർ ഒരാൾക്ക് ശരിയായി, 9 പേർക്ക് തെറ്റി. 9 പേര് അങ്ങോട്ട് പോകത്തില്ല. പക്ഷേ ഈ ശരിയായ ആൾ 3 പേരോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ 3 പേർക്ക് വിശ്വാസമായി. അവർക്ക് ശരിയാവണമെന്നില്ല, അവർ ജ്യോതിഷ വിശ്വസിച്ചു. സോയിട്ട് അങ്ങനെയാണ് ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഇപ്പോൾ എനിക്ക് നല്ലതുണ്ടായി, ഞാനത് ഇന്ന് ദൈവത്തെ വിളിച്ചുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ശിവനെ വിളിച്ചുകൊണ്ട് എനിക്ക് നന്മ ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ ആശിക്ക് യേശുവിനെ വിളിച്ചുകൊണ്ട് നല്ല ഉണ്ടായെന്ന് പറഞ്ഞു. എക്സാമ്പിൾ പറഞ്ഞാണ്, അത് ആപ്റ്റായിട്ട് പറഞ്ഞിട്ട് മറ്റൊരു വ്യക്തി ഇസ്ലാമിക ദർശനം കൊണ്ട് നല്ല ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് വിശ്വാസം എന്തെടുത്ത് വെച്ചാലും നമുക്ക് നല്ലതുണ്ടാവും, നമ്മൾ അതിലേക്ക് കൊണ്ട് കണക്ട് ചെയ്യും. ചീത്ത ഉണ്ടാകുമ്പോഴത്തേക്കും അത് ഞാൻ ചെയ്ത തെറ്റിന്റെ ഫലമായിട്ട് നമ്മൾ കണക്ട് ചെയ്യും. അത് മനുഷ്യന്റെ മസ്തിഷ്കത്തിന്റെ ഒരു രീതിയാണ്, മനസ്സിന്റെ ഒരു രീതിയാണ്, അതായത് ബ്രെയിനിന്റെ ഒരു രീതി മാത്രമേ അതിനകത്ത് വരും. ഓക്കെ. അപ്പോൾ ഈ ഒരു കാര്യം, അതായത് ആഷിക്ക് ഇപ്പോൾ കൈരേഖ നോക്കുന്നത്, മുഖസ്ഥിതി നോക്കുന്നു, അതേപോലെ തന്നെ ഈ ഗ്രഹം സംബന്ധിച്ചിടത്തോളം നോക്കുന്നു, അതേപോലെ ജോത്സ്യം നോക്കുക. അപ്പോൾ ഇതിലൊക്കെ ശരിക്കും വിശ്വസിക്കുന്ന ആളാണല്ലോ. പഴയ അതായത് പരിണാമപ്പെട്ട ആൾക്കാരെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് ദൈവം ഉണ്ടായിട്ടുണ്ടായിരുന്നോ, അവരെന്ത് രീതിയിലാണ് ജീവിച്ചു വന്നത്, അവർക്ക് എന്ത് കോൺസെപ്റ്റാണ് അവർക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, അതിനും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞ അടിസ്ഥാനം ചരിത്രം വെച്ചാണ് പറഞ്ഞത്. അതിന് ചരിത്രം അവശേഷിക്കുന്ന ഒരു കാര്യമാണ് ഫോസിൽസ് എടുത്ത സമയത്ത് തന്നെ അവർ വിശ്വസിച്ചിരുന്ന ഒരു ദൈവം, അല്ലാന്നുണ്ടെങ്കിൽ ചന്ദ്രനായിക്കോട്ടെ സൂര്യനായിക്കോട്ടെ, അവർ വിശ്വസിക്കുന്ന കുറച്ച് രൂപങ്ങൾ ഓക്കെ അവർ കൊത്തി വെച്ചിട്ടുള്ള ചരിത്രം ഉണ്ടായിരുന്നു. ആ ഒരു ചരിത്രത്തിൽ തന്നെയാണ് നമ്മൾ ഹിന്ദുക്കളെ സംബന്ധിച്ച് നാഗം അല്ലെങ്കിൽ പാമ്പ് എന്നൊരു ദൈവത്തിനായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അത് എന്തുകൊണ്ടാണ് ദൈവം അല്ലെങ്കിൽ പാമ്പ് എങ്ങനെ രൂപപ്പെട്ടത്? അത് അവിടുത്തെ പണ്ടത്തെ പുരാണ ആൾക്കാർ തന്നെ ഈ കൊത്തിവെച്ച ശില്പമാണ്, നാഗം എന്നൊരു ശില്പത്തിനെ കൊത്തിവെച്ച് അതിനെ ആരാധിക്കുന്നതുകൊണ്ടായിരുന്നു. അതായത് അവര് പണ്ടത്തെ ആൾക്കാർക്ക് നഗരമില്ല, കാടില്ല, ഒന്നുമില്ല. അവർക്ക് ഉണ്ടായിരുന്നത് കാട് അല്ലെങ്കിൽ അവർ ജനിച്ചു വരുന്ന സ്ഥലമാണ്. ഓക്കെ, അങ്ങനെയുള്ള സ്ഥലത്ത് അവർ കണ്ടുവച്ച ദൈവം അല്ലെങ്കിൽ അവർ കണ്ടുവച്ച ശക്തിയാണ് നാഗം എന്ന് പറയുന്നത്. ഓക്കെ, ആ നാഗത്തിനെ അവരെ ആരാധിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും കാഴ്ചയിൽ പറയുന്ന ഒരു ദൈവം എന്ന് പറയുന്നത് ഇപ്പോഴും ലൈവായിട്ട് നമ്മൾ കൺമുന്നിൽ കാണാൻ പറ്റുന്ന ഒരു ദൈവം അല്ലെങ്കിൽ സത്യം എന്ന് പറയുന്ന നാഗമാണ്. ഓക്കെ, ആ നാഗത്തിന് ചവിട്ടിയാൽ ശാപം കിട്ടും. ഓക്കെ എന്ന് പറയുന്നതിന് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പോഴും അതിന് നമുക്ക് ഇടയ്ക്ക് തന്നെ സൂര്യ ടി വിയിൽ പരിപാടി വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ഓക്കെ അതിൻ്റെ അകത്ത് ഒരു കുടുംബത്തിന് മൊത്തം ദേഹം മൊത്തം പാമ്പിനെ പോലത്തെ സ്കെയിൽസ് ആയി. ഓക്കെ, അവര് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? അവര് പഴയ കാര്യങ്ങൾ ചിന്തിച്ചു
വന്ന സമയത്ത് അല്ലെങ്കിൽ കുറെ അന്വേഷിച്ച് വന്ന സമയത്ത് ഡോക്ടേഴ്സ് സഹിതം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളുടെ സ്കിന്നിന് വേറെ കുഴപ്പമില്ല, പക്ഷെ അവർക്ക് വരുന്ന കുട്ടികൾക്ക് ജനിക്കുന്ന കുട്ടികൾക്കും എല്ലാം ഈ ഒരു കാര്യമാണ് വരുന്നത്. ഓക്കെ, അവർ ചിന്തിച്ചു പോയ സമയത്ത് അല്ലെങ്കിൽ അവർ കണ്ടുപിടിച്ച കാര്യങ്ങൾ അവരുടെ പണ്ടുണ്ടായ പൂർവികർക്ക് നാഗത്തിന്റെ ശാപം വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ നാഗശാപം മാറ്റാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അങ്ങനെ കുറെ നാൾ വന്നു, അതിന് പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്ത് നാഗശാപം മാറ്റാൻ വേണ്ടി കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ ഒരു ശാപം അല്ലെങ്കിൽ അവരുടെ ജനറേഷൻ ആ ശാപം മാറ്റിയതിനു ശേഷം പിന്നീട് വരുന്ന തലമുറകൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, അത് അവർ പറയുന്നുണ്ട്. അതേപോലെ കാർത്തിക് സാർ ഇപ്പൊ കുറച്ചു നേരം നവഗ്രഹങ്ങൾ എന്നുള്ളൊരു കാര്യം. ഓക്കെ, ആക്ച്വലി സയൻസ് വന്നതിന് സമയത്താണ് നെപ്റ്റ്യൂൺ പ്ലൂട്ടസ് എന്താണ്, ആ പ്ലൂട്ടസിന്റെ താഴെ എന്താണ്, സൂര്യൻ എന്താണ്, ഇവരിങ്ങനെയാണ് റൊട്ടേഷൻ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ, അതിനു മുന്നേ ഒരുപാട് പുരാണങ്ങളിൽ അല്ലെങ്കിൽ ഒരുപാട് ബുക്കുകളിൽ വേദങ്ങളുടെ സഹിതം പറയുന്നുണ്ട് നമുക്ക് നവഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, നവഗ്രഹങ്ങൾക്ക് ഓരോ ശുക്രനായിക്കോട്ടെ, സൂര്യനായിക്കോട്ടെ, ചന്ദ്രനായിക്കോട്ടെ, ബുധനായിക്കോട്ടെ, വ്യാഴമായിക്കോട്ടെ, ഓരോ ഗ്രഹങ്ങൾ ഓരോ രീതിയിൽ ചലനം ചെയ്യുന്ന സമയങ്ങൾ. ഓക്കെ, ഇതെല്ലാം പണ്ടേ നമ്മൾ കോൺസെപ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അതേപോലെ തന്നെ ഹസ്തരേഖാശാസ്ത്രം, കൈ ജ്യോതിഷം. ഓക്കെ, അത് എന്നെ സംബന്ധിച്ച് ഫ്രോഡായിട്ടുള്ള ജ്യോത്സ്യന്മാർ കാണാം, ജനുവിനുള്ള ജ്യോത്സ്യന്മാർ കാണാം. ഓക്കെ, ഒരു ജ്യോത്സ്യനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് വെറുതെ കൈ നോക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ജാതകം നോക്കിയിട്ടോ ജസ്റ്റ് പറയുന്ന കാര്യങ്ങളല്ല. ഓക്കെ, അവരാണ് മെയിൻ ആയിട്ട് നോക്കുന്നത് നമുക്ക് ഈ പറഞ്ഞ പ്ലാനറ്റ്സ് തന്നെയാണ്, നവഗ്രഹങ്ങൾ തന്നെയാണ്. ഓക്കെ, ഗ്രഹങ്ങളുടെ സ്ഥാനം. ഓക്കെ, നമുക്കിരിക്കുന്ന ഞാൻ ജനിച്ച സമയം ഏതാണ്, ഞാൻ ജനിച്ച സമയത്ത് ഇപ്പോഴും നമ്മുടെ പഞ്ചാംഗം എന്നൊരു ബുക്ക് ഉണ്ട്. ഓക്കെ, പഞ്ചാംഗം എന്നൊരു ബുക്ക് എന്ന് പറയുന്നത് എന്താണ്, അത് സൂര്യൻ അല്ലാന്നുണ്ടെങ്കിൽ സൂര്യനെ കോൺസെപ്റ്റ് ചെയ്ത് വരുന്ന ബുക്കാണ്. ഓക്കെ, ഓരോ വർഷം സൂര്യന്റെ ചലനം എങ്ങോട്ടായിരിക്കും. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. ആ ഒരു കോൺസെപ്റ്റ് സത്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴും സയന്റിഫിക് ആയിട്ട് നമ്മുടെ ഫ്രണ്ടിൽ കിടക്കുന്ന കലണ്ടർ. ഓക്കെ, കലണ്ടറിലെ പഞ്ചമി, ഷഷ്ടി, ദശമി, ഏകാദശി, ദ്വാദശി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അത് സത്യമാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ കലണ്ടറിൽ തന്നെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ആ ഒരു കലണ്ടർ നമുക്ക് അതിനകത്ത് നോക്കി രാഹുകാലം ഏതാണ്, ദോഷമുള്ള സമയം ഏതാണ് എഴുതിയിട്ടുണ്ട്. രാഹുകാലം ഉണ്ടായിരുന്നു, ദോഷമുള്ള സമയമുണ്ട്, ചൊവ്വയ്ക്കുള്ള സമയമുണ്ട്. ഓക്കെ, ഓരോ സമയം മാറുന്ന സമയത്ത് ഓരോ മനുഷ്യന് ഓരോ കാര്യങ്ങൾ സംഭവിച്ചിരിക്കും. ഓക്കെ, അത് സത്യമായിട്ടുള്ള കാര്യം. കാരണം വെച്ചാൽ അത് പറയുന്ന ഒരു ദൈവമായിട്ട് പറയുന്ന കാര്യമില്ല, അത് നവഗ്രഹങ്ങളുടെ സ്ഥാനം വെച്ച് പറയുന്ന കാര്യമാണ്. ഓക്കെ, ആ ഒരു ഗ്രഹത്തിന്റെ സ്ഥാനം വെച്ച് അത് പറയുന്നത് സത്യമാണ് എന്നുണ്ടെങ്കിൽ അത് ഈശ്വര സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു കാര്യം സത്യമായിട്ട് വരുന്നത്. ഗ്രഹങ്ങളെ പറ്റിയാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ഗ്രഹം ഇപ്പോ ആക്ച്വലി ഗ്രഹങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്, അതായത് നവഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ ഈ നവഗ്രഹങ്ങളുടെ വേറെ 2 ഗ്രഹങ്ങളുടെ കാര്യങ്ങൾ പറയുന്നത് രാഹു, കേതു എന്ന് പറയുന്നത് അതെവിടെയാണ് ഉള്ളതെന്ന് കൂടെ പറയേണ്ടി വരും. അത് വിട്ടേക്ക്. മാത്രമല്ല ഗ്രഹങ്ങളുടെ കാര്യം പണ്ടുള്ളവർ കണ്ടിട്ടുണ്ട്, പണ്ടുള്ളവർ പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. വലിയ കാര്യം തന്നെയാണ്. അസ്ട്രോണമിയിൽ പല കാര്യങ്ങളും എവിടെയാണ് ഗ്രഹങ്ങളുള്ളത് കുറേ കാര്യങ്ങൾ നമ്മൾ മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവർ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. എന്നാൽ മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കാര്യം കാണണമെങ്കിൽ ടെലിസ്കോപ്പ് ഉണ്ടായാലേ പറ്റുള്ളൂ, മൈക്രോസ്കോപ്പ് ടെലിസ്കോപ്പ് ഉണ്ടാവണം, എങ്കിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹബിൾ ടെലിസ്കോപ്പിൽ മറ്റും കാണുന്ന കാര്യങ്ങൾ ഒരു പണ്ഡിതനും ഒരു മനുഷ്യനും ഭൂമിയിൽ നിന്ന് നോക്കിക്കൊണ്ട് കാണാൻ പറ്റത്തില്ല. ഇപ്പം ശാസ്ത്രം വളർന്നാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റുള്ളൂ. അല്ലാതെ മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ വെച്ച് പല അടയാളങ്ങൾ പറയാൻ പറ്റും. അങ്ങനെ ഒരുപാട് അടയാളങ്ങളുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ തിരുവാതിര, അപലവര നക്ഷത്രങ്ങൾ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കുറേ കൂടി നിൽക്കുന്ന നക്ഷത്രങ്ങളുടെ സമൂഹം ഒരു രൂപമായിട്ട് കാണുന്നു, അതൊരു സ്ഥാനമായിട്ട് കണ്ട് മനസ്സിലാക്കുന്നു. അപ്പം ഈ സമയത്ത് ഇവിടെ മഴ പെയ്യുന്നു, അതുകൊണ്ട് നാളെയും ഇതുപോലൊരു അടുത്ത വർഷം ഇത് കാണുമ്പോൾ ഇവിടെ മഴ പെയ്യുമെന്നുള്ളത് കാൽക്കുലേഷനിൽ വയ്ക്കുന്നു. നല്ല കാര്യം തന്നെയാണ്. അന്നത്തെ ശാസ്ത്രത്തിൽ അത് മനസ്സിലാക്കാൻ ഗുണം ചെയ്യും. പക്ഷെ ഇന്നതിൻ്റെ ആവശ്യമില്ല. ഇന്നത് കണ്ടെത്താനായിട്ട് നമുക്ക് ഒരുപാട് മറ്റു മാർഗങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഈ പഴങ്കഥ കേട്ട് നമ്മൾ എപ്പോഴും ചുമന്ന് നടക്കേണ്ട കാര്യമില്ല. അതിലുള്ള നല്ല വശങ്ങൾ എടുക്കുക, ചീത്ത തള്ളിക്കളയുക. അനാവശ്യമായ വിശ്വാസങ്ങൾ മറ്റു കാര്യങ്ങൾ നമുക്ക് ഒരു ഗുണം ചെയ്യുന്നില്ല. അതിനുള്ള നല്ല വശങ്ങൾ എടുത്തോളൂ, ബാക്കിയുള്ള തള്ളിക്കളയുക. അത് എടുക്കേണ്ടെന്ന് ആരും പറയുന്നില്ല. പഴയ പുരാണങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ കഥകളായിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കഥകളെല്ലാം നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ DC കോമിക്സിന്റെ സൂപ്പർമാനും മാർവൽസിന്റെ അവഞ്ചേഴ്സും എല്ലാം നിങ്ങൾ വിശ്വസിച്ചേ പറ്റുള്ളൂ. അവരൊക്കെ ഉണ്ട് നിങ്ങൾ വിശ്വസിക്കണം. കാരണം അതൊക്കെ ബുക്കുകളിൽ എഴുതപ്പെട്ട കാര്യങ്ങളാണ്. ഇതുപോലുള്ള ബുക്കുകളിൽ പണ്ട് എഴുതപ്പെട്ട കഥകൾ തന്നെയാണ് നമ്മളിന്ന് വിശ്വസിച്ചുകൊണ്ട് നടക്കുന്നത്. ചില ഇതിന് കാർത്തിക് സാർ തന്നെ ആദ്യം പറയുന്നുണ്ട്. ഓക്കെ, അതിന്റെ നല്ല കാര്യങ്ങൾ വിശ്വസിക്കുക, ചീത്ത കാര്യങ്ങൾ കളയുക. ഓക്കെ, അതിന് നല്ല കാര്യങ്ങൾ വിശ്വസിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നവഗ്രഹങ്ങൾ എന്ന് പറഞ്ഞ കാര്യം. ഓക്കെ, അതൊരിക്കലും ചീത്ത കാര്യങ്ങൾ അതിൽ നിന്ന് എടുത്ത കാര്യങ്ങളില്ല. ഈ പറഞ്ഞ നല്ല കാര്യങ്ങൾ വിശ്വസിച്ചാൽ അതിൻ്റെ അകത്ത് പറയുന്ന പുരാണങ്ങൾ, അവശിഷ്ടങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അത് അതിനകത്ത് നല്ല കാര്യങ്ങൾ തന്നെയാണ്. ആ ഒരു നല്ല കാര്യങ്ങൾ നമ്മൾ മാത്രം നോക്കിയാൽ മാത്രം മതി നമുക്കിവിടെ ഈശ്വര സാന്നിധ്യം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതിന് ഈ നല്ല കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അതിൽ പറയുന്നത് നമ്മുടെ ഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യും, നമ്മൾ മാറ്റങ്ങൾ സംഭവിക്കുക എന്നൊക്കെയാണ് പറയുന്നത്. അതൊരിക്കലും നല്ല കാര്യമല്ല. അതൊക്കെ വെറും ശുദ്ധ വിഡിത്തമാണ്, വെറുതെ പറയുന്ന കാര്യങ്ങളാണ്. കാരണം ഒരിക്കലും ഗ്രഹങ്ങൾക്ക് മനുഷ്യനെ സ്വാധീനിക്കാൻ പറ്റില്ല. അങ്ങനെ പറയുന്ന മീനിങ് ഇല്ല. കാരണം നമ്മുടെ പ്രപഞ്ചത്തിൽ ആകെ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 4 ശക്തികളേ ഉള്ളൂ. ഒന്ന് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഒന്ന് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, പിന്നെ ഉള്ളത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, പിന്നെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ഇതിൽ നമ്മൾ ഈ കാണുന്ന എല്ലാ വസ്തുക്കളും കാണുന്ന എല്ലാ തരങ്ങളും ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സാണ്.
പിന്നെ ഉള്ളത് ഗ്രാവിറ്റി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡയറക്റ്റ് അറിയാൻ പറ്റുന്നത്. മറ്റ് ന്യൂക്ലിയർ ഫോഴ്സ് നമുക്ക് അറിയാൻ പറ്റില്ല. അത് ചെറിയ ആറ്റത്തിൻ്റെ അകത്ത് മാത്രം വരുന്ന ഫോഴ്സാണ്. അത് നമ്മളെ ബാധിക്കുന്ന ഘടകമല്ല. ഈ ഇത്രയും ഫോഴ്സുകൾ മാത്രം നമ്മൾ അറിയുന്നത്. അല്ലാതെ ഗ്രഹങ്ങളോ മറ്റു കാര്യങ്ങളോ നമ്മൾ യാതൊരു തരത്തിലുള്ള ഫോഴ്സും ചെലുത്തുന്നതായിട്ടുള്ള ഒരു പ്രൂഫോ തെളിവോ അല്ലെങ്കിൽ ഒരു മാറ്റം കൊണ്ടുവരുന്നതായിട്ടോ വ്യക്തമായി അവർക്ക് കാണിക്കാൻ പറ്റില്ല. നമുക്ക് പറയാം ഇന്ന ഗ്രഹം ഇന്ന സ്ഥലത്തിരിക്കുമ്പോഴത്തേക്കും ഇന്ന കാര്യങ്ങളുണ്ടാകുമെന്ന് വെറുതെ പറയാം. അതിൽ കുറേ കാര്യം ശരിയാണ്, നേരത്തെ പറഞ്ഞതല്ല. ഇപ്പം എനിക്ക് അറിയാൻ വെച്ച് പറയാം. ഇപ്പം ഞാനിപ്പോൾ തുമ്മുമ്പോൾ മഴ പെയ്യുമെന്ന് എനിക്കാണെങ്കിൽ പറയാം. ചിലപ്പോൾ ഒരു വർഷത്തിൽ ഞാൻ 3 പ്രാവശ്യം തുമ്മുമ്പോൾ 3 പ്രാവശ്യം മഴ പെയ്യുമായിരിക്കും. എനിക്ക് അത് മാത്രം എടുത്ത് പറഞ്ഞാൽ മതി. ഞാൻ ഒരു അത്ഭുത കഴിവുള്ള വ്യക്തിയായിട്ട് എനിക്ക് പ്രചരിപ്പിക്കാനും പറ്റും. അത്രേ ഉള്ളൂ. വിശ്വാസം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അതിൻ്റെ ജ്യോതിഷമായാലും മറ്റു കാര്യങ്ങളും അത്ര മാത്രമേ വരുന്നുള്ളൂ. ഈവൻ ഇത് മാത്രമല്ല, വാസ്തുവായാലും യോഗയായാലും ഇതെല്ലാ കാര്യങ്ങളും പറയുന്നത് തന്നെയാണ്. യോഗയിൽ കുറേ അഭ്യാസങ്ങൾ പറയുന്നുണ്ട്. അത് ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്ട്രെച്ചും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അവർ പറയുന്നത് സർവ്വരോഗ വിമുക്തി എന്നാണ് പറയുന്നത്. എല്ലാ രോഗങ്ങളും മാറ്റാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് കാര്യങ്ങളോ പറയാനും മാർക്കറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിൻ്റെ ഉള്ള കാര്യം മാത്രം ശരിയായത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക, അല്ലാതെ തള്ളിക്കളയുക. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ ആവശ്യമില്ലാത്ത എല്ലാം നമ്മളിങ്ങനെ കൊണ്ട് ഇറങ്ങുന്നില്ല. കുറച്ചൊന്ന് നാഗശാപത്തെക്കുറിച്ച് പറഞ്ഞു. എന്താണ് ഈ ശാപം എന്ന് പറയുന്നത്? ഇപ്പം ഞാനിപ്പം ആശികനെ ശപിക്കുകയാണെങ്കിൽ ആശിക എന്തെങ്കിലും സംഭവിക്കും, അല്ലെങ്കിൽ ആശിക എന്നെ ശപിക്കുകയാണെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും. അതിനാണെങ്കിൽ ഞാൻ ശാപം കേൾക്കാൻ തയ്യാറാണ്. നമുക്കത് പരീക്ഷ നോക്കാം, എന്നെ ധൈര്യമായിട്ട് ശപിച്ചു. ശാപങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ശാപങ്ങൾ കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മാറ്റം വരാൻ പോകുന്നില്ല. നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടും. അതുകൊണ്ട് മാത്രം പോരാ, നമ്മുടെ സാഹചര്യങ്ങളും കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നടക്കും. ഇതെല്ലാം നടന്നാലും നമ്മൾ ഓരോ നിമിഷങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ അൺസർട്ടൺ ആണ്. നമുക്ക് പറയാൻ പറ്റില്ല എന്ത് സംഭവിക്കുന്നുള്ളത്. നാളെ എന്ത് സംഭവിക്കും നമുക്ക് അറിയില്ല. അതെന്ത് ആയിക്കോട്ടെ, അത് ആ അറിയില്ലായ്മയിൽ തന്നെ അതിനോട് സഞ്ചരിച്ച് നമുക്ക് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും ശരിയായ മാർഗം. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ വ്യൂവേഴ്സ് തന്നെ സജസ്റ്റ് ചെയ്യട്ടെ. മീൻസ് ഏതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത് നമ്മുടെ വ്യൂവേഴ്സാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് എപ്പിസോഡിലൊരു പുതിയ ടോപ്പിക്കായിട്ട് എന്തായാലും വീണ്ടും വരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.